ഇ-കൊമേഴ്സ് ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ പറ്റുന്ന ലേണിംഗ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇവിടെ ഒരു പ്ലേലിസ്റ്റായി കൊടുക്കുന്നുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇ-കൊമേഴ്സ് മോസ്റ്റ് ബ്രാൻഡ്സ് ഫെയിൽ ആവുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ, അത് എങ്ങനെ നമ്മൾ അതിനെ മറികടക്കും, അതിന് വേണ്ടിയ നമ്മൾ മൈൻഡ് സെറ്റുകൾ എല്ലാം നമ്മൾ ആ വീഡിയോയിൽ നമ്മുടെ ബേസിക് മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് മൈൻഡ് സെറ്റ്സ് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തു. സോ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. സോ പ്രോപ്പറായിട്ട് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ലേൺ ചെയ്യാനും സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. സോ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാനുള്ള ആ ഒരു പ്രൊഡക്റ്റ് റിസർച്ച് മൈൻഡ് സെറ്റാണ് ഇന്നത്തെ സെക്ഷനിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള മൈൻഡ് സെറ്റിനെ പറ്റി ചിന്തിച്ചെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ച് മൈൻഡ് സെറ്റിനെ പറ്റിയാണ്. ആ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുവാനുമായിട്ടുള്ള നല്ലൊരു മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. സോ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എപ്പോഴത്തെ പോലെയും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ തുടർച്ചയായി കാണുക. സോ വെൽക്കം ടു ഇ-കോം മാസ്റ്ററി. ഇന്ന് നമ്മളൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റിനെ നോക്കി കാണുന്നത് ഇൻ കേസ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് റിസർച്ച്. സോ അത് ഒരു ഇൻഡെപ്തായിട്ട് പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത വീഡിയോയിൽ സീരീസിലാണ് ഞാൻ കറക്റ്റായിട്ടുള്ള ആ ഒരു മെത്തേഡ്സ് കാണിക്കുന്നത്. നമ്മൾ ഡേ ടു ഡേ ബേസിൽ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. നമ്മളൊരു ബ്രാൻഡഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ബ്രാൻഡഡ് വേയിലാണ് അതിൻ്റെ പ്രൊഡക്റ്റ് റിസർച്ചും ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു വാല്യൂ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതായിരിക്കും നമ്മുടെ ഒരു മെയിൻ മോട്ടീവ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സോ അതിനാണ് ഒരു വാല്യൂ ബേസ്ഡ് പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് നമ്മളിതിൽ പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ ബ്രാൻഡിന് നല്ലൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് സ്കെയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതൊരു നല്ലൊരു ബ്രാൻഡായി തീരുകയുള്ളൂ. സോ അതുമൂലം നമുക്ക് കസ്റ്റമേഴ്സ് നമ്മളെ ബ്രാൻഡ് ഇഷ്ടപ്പെടുകയും വാങ്ങിക്കുകയും ചെയ്യും. സോ ഇതൊക്കെയാണ് അതിനുള്ളൊരു വേസ് ഫോർ പ്രൊഡക്റ്റ് റിസർച്ച്. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വാട്ട് പ്രോബ്ലംസ് ക്യാൻ ഐ സോൾവ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട്സ് ട്രെൻഡിങ്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഒരു വാല്യൂ ബേസ്ഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കാം, അവർക്കൊരു നല്ലൊരു വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ട്രെൻഡിങ് പ്രൊഡക്റ്റിനെക്കാളും എപ്പോഴും നല്ലത് ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ കസ്റ്റമേഴ്സ് അതൊരു വില്ലിങ് ടു പേ പ്രീമിയം പ്രൈസസ് ഫോർ ദാറ്റ് സൊല്യൂഷൻ. സോ അവർക്ക് ആ ഒരു പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. സോ ആ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് അവർ പ്രീമിയം പ്രൈസിൽ സെല്ല് ചെയ്താലും അവർ അത് വാങ്ങിക്കാൻ തയ്യാറാണ്. സോ അവർ ഹാപ്പി ആയിട്ട് അത് വാങ്ങിക്കുകയും അതിന് ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് എഫക്റ്റീവായിട്ട് തോന്നുമെങ്കിൽ അവരുടെ നീഡ്സിന് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് അത് പേ ചെയ്യാൻ റെഡിയാണ്. സോ അത് മൂലം വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ആവും. അതായത് ആ കസ്റ്റമേഴ്സ് വേറൊരു കസ്റ്റമേഴ്സിലേക്ക് പറയുകയും നമ്മുടെ പ്രൊഡക്ട്സ് വേറൊരു കസ്റ്റമേഴ്സിലേക്ക് എത്തുകയും അവരും ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യും സാധിക്കും. സോ അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, നമ്മുടെ ബിസിനസ് മോർ റിസീലിയൻ്റ് ആവും. അതായത് ഒരു ബിസിനസ് ഒരിക്കലും ഫെയ്ഡ് ആവാതെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് യാതൊരുവിധ പ്രോബ്ലം വരത്തില്ല. കാരണം ട്രെൻഡ് നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു വാല്യൂ ബേസ്ഡ് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്. സോ അതുമൂലം നമ്മുടെ ബിസിനസ് മോർ സ്ട്രോങ്ങും ആവും. അതൊരു മാർക്കറ്റ് കണ്ടീഷൻ ആ ഒരു പ്രൊഡക്റ്റിനെ ഏൽക്കത്തുമില്ല. ബിൽഡിംഗ് അസറ്റ്സ് വേഴ്സസ് ചേസിങ് ട്രെൻഡ്. നമ്മുടെ ബ്രാൻഡഡ് സ്റ്റോർ തുടങ്ങുമ്പോൾ അല്ലെ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് നമ്മൾ ആ ഒരു കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ. ആ വാല്യൂ കൊടുക്കുന്നതിലാണ് നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഇരിക്കുന്നത്. സോ ഒരു ട്രെൻഡ് ചേസ് ചെയ്യാതെ എപ്പോഴും ഒരു അസറ്റ് കീപ്പ് ചെയ്യുക. കാരണം അവരതിന് റെഡി ടു പേ ആണ്. നമ്മൾ അതിനൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണല്ലോ. അവർക്ക് ഈ ഒരു നമ്മുടെ കമ്പനിക്ക് പ്രോപ്പറായിട്ട് ഒരു അപ്സെല്ലിംഗ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവണം. ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനി സസ്റ്റെയിൻ ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ അവർക്കൊരു വാല്യൂ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കമ്പനി സസ്റ്റെയിൻ ആവാൻ ചാൻസ് ഇല്ല. സോ എപ്പോഴും ആ ഒരു വാല്യൂ കൊടുക്കുക. അതുമൂലം നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ആവും. നമ്മുടെ ഈച്ച് പ്രൊഡക്റ്റ് നമ്മുടെ ആ കമ്പനിക്ക് നമ്മുടെ ബിസിനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ വാല്യൂ, കൂടുതൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ആവും. അതുപോലെ തന്നെ ഒന്നാമതായി കാണാൻ സാധിക്കുന്ന പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഷനാണ്. അത് ഒരു സക്സസ്ഫുൾ പ്രൊഡക്ട്സ് എപ്പോഴും നമ്മുടെ
വേറെ പ്രൊഡക്ട്സിനെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഒരു 1, 2, 3 വേ കാണുമായിരിക്കും. സോ ഒരു വേ നമ്പർ 1 and 2 ആയിരിക്കും വേ നമ്പർ 1നെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ കൂടുതൽ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതിനകത്തൂടെ. അതുപോലെ തന്നെ ഒരു ലോങ് ടേം അസറ്റ്സ് അതുമൂലം നമുക്ക് ലോങ് ടേം ആയിട്ടൊരു അസറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒരു നമ്മുടെ ബ്രാൻഡ് തന്നെ ഒരു വാല്യൂ ആയിട്ട് കസ്റ്റമേഴ്സിന് തോന്നും. സോ അതുമൂലം ഒരു പ്രൊഡക്റ്റ് സെയിൽസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു അസറ്റ് ബിൽഡ് ആവാൻ സാധിക്കും. നമ്മുടെ കമ്പനിക്ക് നല്ലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ്, ഇന്ത്യൻ ഇ കൊമേഴ്സ് ലാൻഡ്സ്കേപ്പ്. നമ്മൾ ഇതിൻ്റെ അത് പറയുന്നത് ഇന്ത്യൻ കൺസ്യൂമറിൻ്റെ ബിഹേവിയറും പിന്നെ നമുക്ക് ഫർദർ ആയിട്ടുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും ആണ്. സോ എല്ലാവരും അറിയാവുന്ന പോലെ നമ്മൾ ഭയങ്കര വാല്യൂ ബേസ്ഡ് ആൾക്കാരാണ്. നമ്മളിപ്പം ഒരു മീൻസ് ഭയങ്കര വാല്യൂ കോൺഷ്യസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു 1000 റുപ്പീസിന് വാങ്ങിച്ചെങ്കിൽ അതിനൊരു 3000 റുപ്പീസിൻ്റെങ്കിലും വാല്യൂ ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു 1000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. സോ നമ്മൾ ഭയങ്കര വാല്യൂ കോൺഷ്യസ് ആണ്. അതിൻ്റെ പ്രൈസസിലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ലൊരു വാല്യൂ തരണം. മീൻസ് ഒരു 2x 3x വാല്യൂ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ പലരും. സോ രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്വാളിറ്റി ഫോക്കസ്ഡ്. ഭയങ്കര ക്വാളിറ്റി കീപ്പ് ചെയ്യണം. ഭയങ്കര ആ പ്രൊഡക്റ്റിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് യൂസ് ചെയ്താൽ അങ്ങനെ കാര്യങ്ങളും ഉണ്ടാവരുത്, അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡ് അവെയർ കസ്റ്റമേഴ്സാണ് നമ്മൾ. അതായത് അതൊരു നല്ലൊരു ബ്രാൻഡാണോ, അതിന് നല്ലൊരു അസറ്റ് ഉണ്ടോ, നല്ലൊരു വാല്യൂ ഉള്ളൊരു ബ്രാൻഡാണോ എന്ന് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. സോ അതുപോലെ തന്നെയാണ് മൊബൈൽ ഫസ്റ്റ്. നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് നടക്കുന്നത് മൊബൈലിലാണ്. ഡെസ്ക്ടോപ്പിൽ ഇപ്പം ഒരു ഷോപ്പിംഗ് നടക്കുന്നില്ല പണ്ടത്തെ പോലെ. ഇപ്പം ഫുൾ ഷോപ്പിംഗ് മൊബൈലിലൂടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റ് സിഗ്നൽസ് ആർ ക്രൂഷ്യൽ ഫോർ കൺവേർഷൻ. ഒരു ട്രസ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ബിഹേവിയർ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. സോ അതായത് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കണം. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതായത് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ പ്രൂഫ്. നമുക്കിപ്പോൾ അറിയാം, റിവ്യൂസ് ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലും ആമസോണിലും ഒക്കെ നമുക്ക് റിവ്യൂസൊക്കെ നമുക്ക് വാങ്ങിക്കാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അങ്ങനെ ഒരു റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മളൊരു സോഷ്യൽ പ്രൂഫ്, അതായത് വീഡിയോയിലൂടെ നമ്മളൊരു പ്രൂഫ്, അതും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു കൂടുതൽ ആ ഒരു UGC കണ്ടന്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സോഷ്യൽ വീഡിയോ പ്രൂഫ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൺവിൻസിങ് ആവും, കൂടുതൽ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇൻ ടൈംസ് ഓഫ് ആ ഒരു റിവ്യൂസ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ആ ഒരു വീഡിയോ റിവ്യൂസ് കൊടുക്കുന്നതായിരിക്കും. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരികയാണെങ്കിൽ, ഗ്രോയിങ് മിഡിൽ ക്ലാസ് വിത്ത് ഇൻക്രീസിങ് ഡിസ്പോസിബിൾ ഇൻകം. നമുക്കറിയാം, മിഡിൽ ക്ലാസ് ആണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയും അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ഒരു ഗ്രോയിങ് മിഡിൽ ക്ലാസ് ഉണ്ട്. സോ അതുപോലെ തന്നെ രണ്ടാമതായി ലെസ് കോമ്പറ്റീഷൻ ഇൻ മെനി കാറ്റഗറീസ്. ഇപ്പോഴും മോസ്റ്റ് ഓഫ് ദ കാറ്റഗറീസിലും ഇപ്പോഴും ലെസ് കോമ്പറ്റീഷൻ ആണ്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ബിഹേവിയർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഞാൻ വലിയ കമ്പനീസിനെ അല്ല പറയുന്നത്, KFC അതുപോലെ തന്നെ McD അതുപോലത്തെ കമ്പനീസിനെ അല്ല ഞാൻ പറയുന്നത്. എന്നാലും പുറത്തുള്ള കമ്പനീസിന് ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്കത് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അൺഡിസേർവ്ഡ് നീഷസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് നീഡ്സ്. ഇപ്പോഴും കുറേ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള നീഷസ് ഉണ്ട്. സോ അവർക്ക് ഇപ്പോഴും കുറേ നീഡ്സ് ഇപ്പോഴും ആവശ്യമുണ്ട്. സോ അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അടുത്ത ലോക്കൽ അഡാപ്റ്റേഷൻ ഓഫ് ഗ്ലോബൽ പ്രൊഡക്ട്സ്. നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് മിനിമലിസ്റ്റ് ഹാസ് ഡൺ. ഓർഡിനറി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവർ ലോക്കലായിട്ട് അത് ബ്രാൻഡ് ചെയ്ത് ഇറക്കി അത് സെല് ചെയ്യാനിടയായി. അത് ഭയങ്കര ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടി. സോ അതുപോലുള്ള നല്ല മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇനിയും വരും. സോ അതുപോലെ തന്നെ ഡിജിറ്റൽ അഡോപ്ഷൻ ഇൻക്രീസിങ് കംഫോർട്ട് വിത്ത് ഓൺലൈൻ ഷോപ്പിംഗ്. ലൈക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കറ്റ് അവരെല്ലാം കൊണ്ടുവന്ന പോലെ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് ഇപ്പം എല്ലാം മാറിയിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ Tier 2 and Tier 3 cities എമർജിങ് വിത്ത് ഡിസ്റ്റിൻറ്റ് നീഡ്സ്. മീൻസ് നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് Tier 2 and Tier 3 സിറ്റീസിലാണ്. സോ ആ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും നമുക്കുണ്ട്, അവരെയും കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ലാസ്റ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും ട്രഡീഷണൽ ടു മോഡേൺ ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റീസ്. ലൈക്ക് ട്രഡീഷണൽ കുറേ കാര്യങ്ങൾ വരുന്നത് ലൈക്ക് ദീപാവലി ആൻഡ് ഓൾ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ
മീൻസ് സെയിൽസ് നമുക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുമായിട്ട് നടത്തിയിട്ടുള്ള കുറേ ഡെക്കോസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. സോ അങ്ങനെ രീതിയിലേക്കുള്ള നമുക്ക് ട്രഡീഷണൽ ബേസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടാണ്. നമുക്ക് കുറച്ച് മാർക്കറ്റ് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒന്നാമതായി നമുക്ക് സോൾ സ്റ്റോറിന് എടുക്കുകയാണെങ്കിൽ ഒത്തിരി പേര് ഇപ്പം മാർക്കറ്റിൽ ടീഷർട്ട് സെല് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. പക്ഷെ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്നത് സോൾ സ്റ്റോറിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈക്ക് മാർവലിൻ്റെ നിന്ന് അവർ സ്ട്രെയിറ്റ്ലി അവർ ലൈസൻസ് എടുത്തു, അവർ സ്വന്തമായിട്ട് അവരുടെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈസൻസോട് കൂടി സെല് ചെയ്യാൻ തുടങ്ങി. സോ അവർ സിമ്പിളായിട്ട് ആ ഒരു മാർക്കറ്റിലെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്ത് അവർ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സായി തീരുകയുണ്ടായി, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേക്ക് ഫിറ്റിൻ്റെ പറ്റി എടുക്കുകയാണെങ്കിൽ അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാട്രസ് കാറ്റഗറി കൊണ്ടുവരാനിടയായി. കാരണം നമ്മളിപ്പം ഹോട്ടലിലും ഒക്കെ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പം അവിടുത്തെ മാട്രസും അവിടുത്തെ പില്ലോസും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയും അത് നമ്മുടെ വീട്ടിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികമാണ്. സോ അതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവരിവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്വാളിറ്റി ആയിട്ടുള്ള മാട്രസ്, പില്ലോസ്, മീൻസ് പുറത്തുള്ള നല്ല ക്വാളിറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർ വിൽക്കാനിടയായി. അതുപോലെ അവർക്ക് വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പ്ലം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഭയങ്കര വൈറലായിട്ടുള്ള സ്കിൻ കെയർ ബ്രാൻഡാണ്. സോ അവർ വീഗൻ അൺറിസർവ്ഡ് ആയിട്ടുള്ള വീഗൻ ആൻഡ് ടോക്സിക് ഫ്രീ സ്കിൻ കെയർ സെഗ്മെൻ്റ് ആണ് അവർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർ ചെയ്തത്. ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അവർക്ക് വലിയൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ഒരു വേറിട്ട രീതിയിലുള്ള ഒരു ക്യാപിറ്റലൈസേഷൻ അവർ കൊണ്ടുവരാനിടയായി. അതുപോലെ അവർക്കും റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടതായി.